റേഷൻ കടകളിൽ മോദി ചിത്രം വെക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ റേഷൻ കടകളിൽ പ്രചരിപ്പിക്കുക എന്നത് ഇതുവരെ ഇല്ലാത്ത പ്രചരണ പരിപാടിയാണ്. കേരളത്തിൽ കാലങ്ങളായി റേഷൻ സമ്പ്രദായം നിലവിലുണ്ട്. ഒരിക്കലും ഇല്ലാത്ത ഒരു പുതിയ പരസ്യ രീതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇതെന്ന് വ്യക്തമാണ്. ഇക്കാര്യം കേന്ദ്രത്തെ സംസ്ഥാനം അറിയിക്കും. കേന്ദ്ര നിർദ്ദേശത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന പ്രതിപക്ഷ MLAയുടെ ചോദ്യത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. റേഷൻ കടകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബാനറുകൾ സ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളുള്ള കവറുകൾ വിതരണം ചെയ്യണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിക്ക് നൽകിയ കത്തിലുണ്ടായിരുന്നത്. MLA P. അബ്ദുൽ ഹമീദിന്റെ ചോദ്യത്തിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ മറുപടി നൽകുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ 14,000 ബാനറുകളും പോസ്റ്ററുകളും സ്ഥാപിക്കാൻ കേന്ദ്രം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്കും കേരള ഭക്ഷ്യ വകുപ്പിനും ചുമതല നൽകിയിട്ടുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുത്ത 550 റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകി. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിന് കേന്ദ്ര സർക്കാരിന്റെ ലോഗോയുള്ള ക്യാരി ബാഗുകൾ ഉപയോഗിക്കാനും ഉത്തരവുണ്ട്. ഈ ഉത്തരവുകൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ FCI ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പ്രകാരമുള്ള റേഷൻ വിതരണ സംവിധാനം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. അതേസമയം ഭാരത് അരി വിഷയം ഭക്ഷ്യമന്ത്രി സഭയിൽ ഉയർത്തി. കേന്ദ്രം പല രൂപത്തിൽ ഭക്ഷ്യ പൊതുവിതരണത്തിൽ ഇടപെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നതിൽ പോലും കേന്ദ്രത്തിന് അനുകൂല നിലപാടില്ല. 8 വർഷമായി നൽകുന്ന അരിയുടെ അളവ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും മന്ത്രി ആരോപണം ഉന്നയിച്ചു.